നമസ്കാരം. ഇന്ത്യ ചൈന പാകിസ്ഥാൻ ബന്ധങ്ങളിൽ സംഭവിച്ച നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പാകിസ്ഥാന്റെ ഹൈപ്പർസോണിക് മിസൈൽ ആവശ്യവും ചൈനയുടെ മുഖം നോക്കാതെയുള്ള നിരസിക്കലും. ഇത് കേവലം ഒരു ആയുധ ഇടപാട് മാത്രമല്ല, ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ ആഴവും വിശ്വാസ്യതയും ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ, മാസങ്ങൾക്ക് മുൻപ് ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ ചൈനയുടെ PL-15 മിസൈലുകൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചത്. ഭാഗ്യവശാൽ നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ആ മിസൈലുകളെ കൃത്യമായി തകർത്തെറിഞ്ഞു. അതിലേറെ പ്രാധാന്യമുള്ള കാര്യം, നമ്മുടെ DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ ശേഖരിച്ച് അവയെ സ്ക്രാപ്പാക്കി മാറ്റിയെന്നതാണ്. അന്ന് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമ്മൾ ആ മിസൈലുകളുടെ സാങ്കേതികവിദ്യ ഡീകോഡ് ചെയ്യുക മാത്രമല്ല, ജാപ്പനീസ് എഞ്ചിനീയർമാരുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. ഈ സംഭവം പാകിസ്ഥാന് വലിയ നാണക്കേടുണ്ടാക്കിയപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം അതൊരു പേടിസ്വപ്നമായിരുന്നു. സ്വന്തം മിസൈലിന്റെ സാങ്കേതിക രഹസ്യങ്ങൾ ശത്രുരാജ്യത്തിന്റെ കൈകളിലെത്തുന്നത് അവർക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ഇതിന്റെ എല്ലാം ഫലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പാകിസ്ഥാൻ തങ്ങളുടെ അടുത്ത സുഹൃത്തായ ചൈനയോട് ഹൈപ്പർസോണിക് മിസൈലുകളും അതിന്റെ സാങ്കേതികവിദ്യയും ആവശ്യപ്പെട്ടപ്പോൾ ചൈന ആ ആവശ്യം തള്ളിക്കളഞ്ഞു. നിങ്ങൾക്ക് ഹൈപ്പർസോണിക് മിസൈൽ നൽകാനോ അതിന്റെ സാങ്കേതികവിദ്യ കൈമാറ്റം ചെയ്യാനോ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ചൈന വ്യക്തമാക്കുകയായിരുന്നു. ഈ വാർത്ത ഇന്നലെ രാത്രി പുറത്തുവന്നതാണ്. ചൈന പാകിസ്ഥാന്റെ ഈ അപേക്ഷ തള്ളിക്കളഞ്ഞു എന്ന വിവരം പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചൈന എന്തിനാണ് തങ്ങളുടെ സർവകാല സൗഹൃദ രാജ്യമായ പാകിസ്ഥാന്റെ ആവശ്യം നിഷേധിച്ചത്? ഇതിന് രണ്ട് പ്രധാന കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഓൾ വെതർ ഫ്രണ്ട്ഷിപ്പിന് ഇപ്പോൾ വിള്ളലുകൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമതായി, ചൈന വലിയ ഭയത്തിലാണ്. കാരണം അവർ പറഞ്ഞത് പാകിസ്ഥാന് ഇത് കയറ്റുമതി ചെയ്യുന്നത് വളരെയധികം അപകടകരമാണ് എന്നാണ്. ഒരുപക്ഷെ പാകിസ്ഥാൻ ഈ മിസൈൽ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചാൽ അത് നമ്മുടെ PL-15 മിസൈലിന്റെ അതേ വിധി നേരിടേണ്ടി വരുമോ എന്ന് ചൈന ഭയപ്പെടുന്നു. പാകിസ്ഥാന്റെ ആവശ്യം DF-17 പോലുള്ള ഹൈപ്പർസോണിക് മിസൈലുകളായിരുന്നു. ഈ മിസൈലുകൾ സ്വന്തമാക്കാനും അതിന്റെ സാങ്കേതികവിദ്യ പാകിസ്ഥാനിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനും അവർ ആഗ്രഹിച്ചു. ചൈനയുമായി സൈനിക രംഗത്ത് ശക്തമായ സഹകരണമുള്ളതുകൊണ്ടും മുൻപ് ചൈന J-10 പോർവിമാനങ്ങളും PLACE-15 മിസൈലുകളും നാവിക ആസ്തികളും കൈമാറിയിട്ടുള്ളതുകൊണ്ടും ഈ ആവശ്യം അവർ പ്രതീക്ഷിച്ചതാണ്. എന്നാൽ ചൈനയുടെ മറുപടി പാകിസ്ഥാനെ ഞെട്ടിച്ചു. യാതൊരു മടിയും കൂടാതെ ഹൈപ്പർസോണിക് മിസൈലുകൾ കയറ്റുമതി ചെയ്യാൻ കഴിയില്ലെന്ന് അവർ തീർത്തു പറഞ്ഞു. അവരുടെ ഹൈപ്പർസോണിക് ആയുധശേഖരം കയറ്റുമതിക്ക് അനുമതിയില്ലാത്തതാണെന്നും പാകിസ്ഥാന് നൽകാൻ കഴിയുന്ന ഒരു ലളിതമായ പതിപ്പ് പോലും ലഭ്യമല്ലെന്നും ചൈന അറിയിച്ചു. ചൈന ഔദ്യോഗികമായി രണ്ട് കാരണങ്ങളാണ് ഇതിന് പറഞ്ഞത്. ഒന്നാമതായി, അവർ ഇപ്പോഴും ഹൈപ്പർസോണിക് സാങ്കേതികവിദ്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വൻതോതിലുള്ള ഉൽപ്പാദനം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതിനാൽ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയില്ല. രണ്ടാമതായി, മിസൈൽ ടെക്നിക്കൽ കൺട്രോൾ റെജിം MTCR നിയമങ്ങളനുസരിച്ച് ഈ മിസൈലുകൾ കയറ്റുമതി ചെയ്യുന്നത് സാധ്യമല്ലെന്നും ചൈന ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇതിനെല്ലാം പുറമെ ചില ഒളിഞ്ഞിരിക്കുന്ന കാരണങ്ങളുമുണ്ട്. ഒന്നാമതായി, ഹൈപ്പർസോണിക് മിസൈലുകൾ അവരുടെ പ്രധാന പ്രതിരോധശേഷിയുടെ ഭാഗമാണെന്ന് ചൈന കരുതുന്നു. അതുകൊണ്ട് അതിന്റെ സാങ്കേതികവിദ്യ പരസ്യമാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമതായി, സാങ്കേതികവിദ്യ ചോർച്ചാഭയമുണ്ട്. പാകിസ്ഥാൻ ഇപ്പോൾ ചൈനയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിലും മുൻപ് അവർ കൂടുതലും അമേരിക്കയിൽ നിന്നാണ് ആയുധങ്ങൾ വാങ്ങിയിരുന്നത്. അതുകൊണ്ട് നിരവധി പാശ്ചാത്യ വിദഗ്ധർ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ട്. തങ്ങളുടെ മിസൈൽ രഹസ്യങ്ങൾ അമേരിക്കൻ വിദഗ്ധരുടെ കൈകളിലെത്തുമോ എന്ന് ചൈന ഭയപ്പെടുന്നു. മൂന്നാമതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം ഓപ്പറേഷൻ സിന്ദൂരിലെ ആ PL-15 മിസൈൽ അനുഭവമാണ്. പാകിസ്ഥാൻ ആ മിസൈൽ ഉപയോഗിച്ചപ്പോൾ അത് ഇന്ത്യയുടെ കൈകളിലെ വെറും അവശിഷ്ടങ്ങളായി മാറിയതും DRDO അതിന്റെ സാങ്കേതികവിദ്യ ഡീകോഡ് ചെയ്ത് സ്വന്തം മിസൈലുകൾ മെച്ചപ്പെടുത്താൻ ഉപയോഗിച്ചതും ചൈനയ്ക്ക് വലിയ പാഠമായിരുന്നു. ഇന്ത്യ ആ ഡാറ്റ ജാപ്പനീസ് എഞ്ചിനീയർമാരുമായി പങ്കുവച്ചതും ചൈനയെ കൂടുതൽ ആശങ്കയിലാക്കി. അതുകൊണ്ട് ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ പാകിസ്ഥാന് നൽകുകയും അത് ഇന്ത്യക്കെതിരെ പരാജയപ്പെടുകയും ചെയ്താൽ ചൈനയുടെ സാങ്കേതിക രഹസ്യങ്ങൾ നഷ്ടപ്പെടുക മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ അവർക്ക് വലിയ ചോദ്യങ്ങൾ നേരിടേണ്ടി വരുമെന്നും ചൈന ഭയക്കുന്നു. ഈ സംഭവവികാസങ്ങൾ പാകിസ്ഥാന് ഒരു പാഠം പഠിപ്പിക്കും. ചൈനയുമായുള്ള അവരുടെ സൗഹൃദം ഇനിയൊരു ഓൾ വെതർ ഫ്രണ്ട്ഷിപ്പ് അല്ലെന്ന് അവർക്ക് മനസ്സിലാകും. തദ്ദേശീയമായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു വിതരണക്കാരനെ കണ്ടെത്തുകയോ ചെയ്യേണ്ടിവരും. ഇത് പാകിസ്ഥാന്റെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കും. കാരണം ഈ പ്രക്രിയയ്ക്ക് സമയവും പണവും ആവശ്യമാണ്. എന്നാൽ ഈ സാഹചര്യം ഇന്ത്യക്ക് ഗുണകരമാണ്. ചൈന പാകിസ്ഥാന് ഹൈപ്പർസോണിക് മിസൈൽ നിഷേധിച്ചതിലൂടെ ഹൈപ്പർസോണിക് ശേഷികളിൽ പാകിസ്ഥാൻ ഇന്ത്യയേക്കാൾ ഒരു ദശാബ്ദമെങ്കിലും പിന്നിലാകും. കൂടാതെ പാകിസ്ഥാന് ഹൈപ്പർസോണിക് മിസൈലുകൾ ലഭിക്കാത്തതുകൊണ്ട് നമ്മുടെ S-400 സംവിധാനം കൂടുതൽ സുരക്ഷിതമായിരിക്കും. കാരണം S-400 ഹൈപ്പർസോണിക് മിസൈലുകൾക്കെതിരെ അത്ര ഫലപ്രദമല്ല. ചുരുക്കത്തിൽ ചൈനയുടെ ഈ നീക്കം ഇന്ത്യക്ക് വലിയൊരു നേട്ടമാണ്. ഭാവിയിൽ ഈ ബന്ധങ്ങളിൽ എന്ത് മാറ്റങ്ങളുണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.